Hi everyone. നമ്മളിന്ന് സെക്കൻഡ് സെമസ്റ്റർ MSc മാത്തമാറ്റിക്സിൻ്റെ മെഷർ തിയറി എന്നുള്ള പേപ്പറിലെ ഒരു തിയറാണ് പഠിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിയറം, ദ ലെബേഗ് ഡോമിനേറ്റഡ് കൺവേർജൻസ് തിയറം. അപ്പോൾ ലെബേഗ് ഡോമിനേറ്റഡ് കൺവേർജൻസ് തിയറം എന്താണെന്ന് ശ്രദ്ധിക്കുന്നത്. ലെറ്റ് സീക്വൻസ് FN ബി എ സീക്വൻസ് ഓഫ് മെഷറബിൾ ഫങ്ഷൻസ് ഓൺ E. അപ്പോൾ സീക്വൻസ് FN എന്നുള്ളത് സീക്വൻസ് ഓഫ് മെഷറബിൾ ഫങ്ഷൻസ് ഓൺ E ആണ്. ഇക്കകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള സീക്വൻസ് ഓഫ് മെഷറബിൾ ഫങ്ഷൻസ് ആണ് FN. And suppose there is a function g എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. എന്താ ജിയുടെ പ്രത്യേകത? ദാറ്റ് ഈസ് ഇൻ്റഗ്രബിൾ ഓവർ E. ആ g എന്താണ്? ഇൻ്റഗ്രബിൾ ആണ്. ആൻഡ് ഡോമിനേറ്റ്സ് the sequence FN. സീക്വൻസ് FNനെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഓൺ E in the sense that, അപ്പോൾ എന്താണ് ഡോമിനേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? On the sense that mod FN less than or equal to g on E for all n. അതായത് g എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, ആ g ഇൻ്റഗ്രബിൾ ആണ്, അതായത് ഇൻ്റഗ്രൽ ഓവർ ഈ g ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. ആൻഡ് g ഡോമിനേറ്റ്സ് സീക്വൻസ് FN എന്ന് പറഞ്ഞാൽ ഏത് FN എടുത്താലും മോഡ് FN ഈസ് ലെസ് ദാൻ ഈക്വൽ ടു g ഓൺ E ആയിരിക്കും. E എന്ന സെറ്റിനകത്ത് മോഡ് FN ലെസ് ദാൻ ഈക്വൽ ടു g ആയിരിക്കും ഫോർ എവറി n. ഓക്കെ, ഈയുടെ പുറത്ത് നമുക്ക് എന്തുണ്ടാവാം? വ്യത്യാസം വരാം. അപ്പോൾ E എന്ന സെറ്റിനകത്ത് മോഡ് FN ലെസ് ദാൻ ഈക്വൽ ടു g ഓൺ E ആണ് ഫോർ എവറി n. അതാണ് നമ്മൾ ഡോമിനേഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിയറം എന്താ പറഞ്ഞത്? ഇഫ്, ഇത്രയും പറഞ്ഞു, ഇഫ് ഉള്ള കൺസെപ്റ്റ്, ഇഫ് FN converges to F point wise almost everywhere. FN converges to F point wise almost everywhere ആണെങ്കിൽ F ഇൻ്റഗ്രബിൾ ആയിരിക്കും. ഓക്കെ, അതായത് നമുക്ക് എന്തുണ്ട്? മോഡ് FN ലെസ് ദാൻ ഈക്വൽ ടു g എന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ g ഇൻ്റഗ്രബിൾ ആണ്. ഈ FN പോയിന്റ് വൈസ് കൺവേർജസ് ടു F ആണെങ്കിൽ, FN കൺവേർജസ് ടു F ആണെങ്കിൽ F എന്തായിരിക്കും? ഇൻ്റഗ്രബിൾ ആയിരിക്കും. അതായത് ഇൻ്റഗ്രൽ ഓവർ F ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ FN എന്നൊരു സീക്വൻസ് എടുക്കുക, ആ Fനേക്കാൾ വലിയ ഒരു ഫംഗ്ഷൻ g ഇൻ്റഗ്രബിൾ ആണെങ്കിൽ FNൻ്റെ ലിമിറ്റും എന്തായിരിക്കും? ഇൻ്റഗ്രബിൾ ആയിരിക്കും. ആൻഡ് FNൻ്റെ ലിമിറ്റ് ഇൻ്റഗ്രബിൾ ആണെങ്കിൽ കണ്ടീഷൻ കൂടി ഉണ്ട്. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഈ FN ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ F. ആ F ലിമിറ്റിൻ്റെ ഇൻ്റഗ്രലും ഇൻ്റഗ്രൽ ഓഫ് ദ FNകളുടെ ലിമിറ്റും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതായത് ഇതിനർത്ഥം എന്താണ്? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഈ FN എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ ഈ FN ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി FN ആണ് അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? F എന്ന് പറയാം, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ F. ഓക്കെ, അപ്പോൾ നമ്മൾ തിയറം എന്താണെന്ന് പറഞ്ഞത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡോമിനേറ്റഡ് കൺവേർജൻസ് തിയറം പ്രകാരം ലിമിറ്റിനെയും ഇൻ്റഗ്രലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. ലിമിറ്റിനെ ഇൻ്റഗ്രേഷൻ്റെ അകത്തേക്ക് എടുക്കാൻ പറ്റും. അതാണ് നമ്മൾ തിയറം പറയണത്. ആ തിയറത്തിനുള്ള കണ്ടീഷൻസ് ആണ് FN എന്തായിരിക്കണം? സീക്വൻസ് ഓഫ് മെഷറബിൾ ഫങ്ഷൻസ് ആയിരിക്കണം, g ഇൻ്റഗ്രബിൾ ആയിരിക്കണം, ആൻഡ് ഇൻ്റഗ്രൽ മോഡ് FN ലെസ് ദാൻ ഈക്വൽ ടു g ഓൺ E ആൻഡ് FN കൺവേർജസ് ടു F പോയിന്റ് വൈസ്. ഈ 4 കണ്ടീഷൻസ് വേണം. FN മെഷറബിൾ സീക്വൻസ് ആവണം, g ഇൻ്റഗ്രബിൾ ആവണം, ആൻഡ് മോഡ് FN ലെസ് ദാൻ ഈക്വൽ ടു g ഓൺ E ആയിരിക്കണം, FN കൺവേർജസ് ടു F പോയിന്റ് വൈസ് ആൾമോസ്റ്റ് എവരിവെയർ ആണെങ്കിൽ ആ ലിമിറ്റ് Fഉം എന്തായിരിക്കും? ലിമിറ്റ് ഓഫ് ദ സീക്വൻസ് അല്ലേ? FNൻ്റെ ലിമിറ്റ് F, ആ F എന്തായിരിക്കും? ഇൻ്റഗ്രബിൾ ആയിരിക്കും. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റഗ്രേഷനെ നമുക്ക് എന്ത് ചെയ്യാം അല്ലേ? നമ്മൾ ഇൻ്റഗ്രേഷനെ പുറത്തേക്ക് എടുക്കാം. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ F നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി FN എന്ന് എഴുതാം. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി FN എന്ന് പറഞ്ഞാൽ F ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ F അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ഇതൊരു വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിയറാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തന്ന കൺസെപ്റ്റ് എഴുതാം. നമുക്ക് തന്ന വികാരം g ഡോമിനേറ്റ് ചെയ്യും, അതായത് മോഡ് FN ഇസ് ലെസ് ദാൻ ഈക്വൽ ടു g ഓൺ E ഫോർ എവറി n. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഏത് n എടുത്താലും മോഡ് FN ലെസ് ദാൻ ഈക്വൽ ടു g ഓൺ E ആയിരിക്കും. പിന്നെ നമുക്ക് തന്നത് എന്താ? ആൻഡ് FN converges to F
പോയിന്റ് വൈസ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ. ഇതും തന്നിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് പറയാം, എഫ് എൻ കൺവേർജസ് ടു എഫ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ ആണ്. അതുപോലെ മോഡ് എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ജി ആണ്. അപ്പോൾ ഇത് നമുക്ക് രണ്ടും നമുക്ക് എന്ത് പറയാൻ പറ്റും? Therefore we can write mod f less than or equal to g. Mod f mod f less than or equal to g on e എന്ന് പറയാൻ പറ്റും. ഈ രണ്ട് കൺസെപ്റ്റിന് ഇത് പറയാം. എങ്ങനെയാണ് ഇത് പറയാം? നമുക്കറിയാം ആദ്യത്തെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് മോഡ് എഫ് വൺ ലെസ് ദാൻ ഈക്വൽ ടു ജി, മോഡ് എഫ് ടു ലെസ് ദാൻ ഈക്വൽ ടു ജി, മോഡ് എഫ് ത്രീ ലെസ് ദാൻ ഈക്വൽ ടു ജി. അപ്പോൾ ഇങ്ങനെ പോയി ലാസ്റ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദാറ്റ് ഈസ് മോഡ് എഫ് ലെസ് ദാൻ ഈക്വൽ ടു ജി. കാരണം എന്താണ്? എഫ് വൺ എഫ് ടു എഫ് ത്രീ അല്ലേ, എഫ് വൺ എഫ് ടു എഫ് ത്രീ ഈ സീക്വൻസ് എങ്ങടാ പോണ്? വിച്ച് കൺവേർജസ് ടു എഫ് അല്ലെ, ലാസ്റ്റ് താഴെ എഫ് ആണ്. അപ്പോൾ മോഡ് എഫ് ലെസ് ദാൻ ഈക്വൽ ടു ജി ഓൺ ഇ. അതാണ് ഇവിടെ പറഞ്ഞത്. മോഡ് എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ജി ഓൺ ഇ ആവുക, എഫ് എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് ആൾമോസ്റ്റ് എവരിവെയർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഡ് എഫ് ലെസ് ദാൻ ഈക്വൽ ടു ജി ഓൺ ഇ. ഇവിടെ ഒരു കണ്ടീഷനും കൂടി നമുക്ക് എഴുതാണ്ട്, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് എവരിവെയർ എന്നുള്ള കൺസെപ്റ്റ് കൂടിയുണ്ട്. അതായത് എല്ലാ എഫ് എന്നും എന്ത് ചെയ്യുന്നില്ല, കൺവേർജ് ചെയ്യുന്നില്ല. ആൾമോസ്റ്റ് എവരിവെയർ എന്നുള്ള വേർഡ് ഉള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് വരണം? ആൾമോസ്റ്റ് എവരിവെയർ. ദാറ്റ് ഈസ് മോഡ് എഫ് ലെസ് ദാൻ ഈക്വൽ ടു ജി ആൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് മോഡ് എഫ് ലെസ് ദാൻ ഈക്വൽ ടു ജി ഓൺ ഇ എന്ന് എഴുതാൻ പറ്റില്ല. അവിടെ എന്തുണ്ട്? ആൾമോസ്റ്റ് എവരിവെയർ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുണ്ട് ജി ഇൻ്റഗ്രബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ജി ഇൻ്റഗ്രബിൾ നിർത്തും. ഗിവൺ ജി ഈസ് ഇൻ്റഗ്രബിൾ. ജി ഇൻ്റഗ്രബിൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇൻ്റഗ്രൽ ഓവർ ഈ ജി ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി അല്ലേ. ഇൻ്റഗ്രൽ ഓവർ ഇ എന്ന് പറഞ്ഞ അർത്ഥം ഇൻ്റഗ്രൽ ഓവർ ഈ ജി ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. നമുക്ക് തന്നിട്ടുണ്ട് മോഡ് എഫ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി. അങ്ങനെയാണെങ്കിൽ ഡോമിനേഷൻ അല്ലേ, ഡോമിനേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് വെച്ചിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? മോണോട്ടോണിസിറ്റി ആൻഡ് അല്ലേ. അപ്പോൾ മോണോട്ടോണിസിറ്റി വെച്ച് പറയാൻ പറ്റും എഫ് ലെസ് ദാൻ ഈക്വൽ ടു ജി ആണെങ്കിൽ, എഫ് ലെസ് ദാൻ ഈക്വൽ ടു ജി ആണെങ്കിൽ ഇൻ്റഗ്രൽ എഫ് ലെസ് ദാൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ ജി ആണ് അല്ലേ. ആ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? മോഡ് എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ജി ആയതുകൊണ്ട് നമുക്ക് പറയാം ഇൻ്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് എൻ ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ ജി അല്ലേ. ഇതിൽ വലിയ ആൾ ഇൻ്റഗ്രൽ ഓവർ ജി ആണ്, അത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ലെസ് ദാൻ ഇൻഫിനിറ്റി ചെയ്ത് കൊടുക്കാം. ദർഫോർ വി ക്യാൻ റൈറ്റ് ഇൻ്റഗ്രൽ ഓവർ ഇ mod fn is less than infinity, which implies fn is integrable. fn integrable എന്ന് പറയാം. സിമിലർലി നമുക്ക് എന്തുണ്ട്? മോഡ് എഫ് ലെസ് ദാൻ ഈക്വൽ ടു ജി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഡ് എഫ് ഈസ് ഇൻ്റഗ്രബിൾ. ഇതേപോലെ തന്നെ എഴുതാം, എഫ് എന്നിന് പകരം എഫ് ആണെന്ന് മാത്രം. അപ്പം മോഡ് എഫ് എന്നും മോഡ് എഫും ഇൻ്റഗ്രബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഫ് മോഡ് എഫ് ഈസ് ഇൻ്റഗ്രബിൾ അല്ലേ, മോഡ് എഫ് ഈസ് ഇൻ്റഗ്രബിൾ ഇംപ്ലൈസ് എഫ് ഈസ് ഇൻ്റഗ്രബിൾ. അപ്പോൾ മോഡ് എഫ് ഇൻ്റഗ്രബിൾ ആണ്, എഫ് ഇൻ്റഗ്രബിൾ ആണ്. അപ്പോൾ അതേപോലെ മോഡ് എഫ് എൻ ഈസ് ഇൻ്റഗ്രബിൾ ഇംപ്ലൈസ് മോഡ് അല്ലേ, മോഡ് എഫ് എൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ എഫ് എൻ ഇൻ്റഗ്രബിൾ. അപ്പോൾ നമുക്ക് രണ്ട് സീക്വൻസ് കിട്ടി, എഫ് എന്നും എഫും രണ്ടും എന്താണ്? ഇൻ്റഗ്രബിൾ സീക്വൻസ് ആണ് അല്ലേ. ദാറ്റ് ഈസ് വി ഗെറ്റ് എഫ് എൻ ഈസ് ഇൻ്റഗ്രബിൾ ഫോർ എവറി എൻ ആൻഡ് എഫ് ഈസ് ഇൻ്റഗ്രബിൾ ഫോർ എവറി എൻ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മൾ എന്താ എടുത്തത്? ഫസ്റ്റ് നമ്മൾ തന്നത് നമുക്ക് തന്ന കൺസെപ്റ്റുകൾ എടുക്കുകയാണ്. തന്ന കൺസെപ്റ്റ് എന്താണ്? മോഡ് എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ജി ഓൺ ഇ തന്നിട്ടുണ്ട്. എഫ് എൻ കൺവേർജസ് ടു എഫ് ആണ്. അപ്പോൾ മോഡ് എഫ് വൺ ലെസ് ദാൻ ജി, മോഡ് എഫ് ടു ലെസ് ദാൻ ജി, മോഡ് എഫ് ത്രീ ലെസ് ദാൻ ജി അങ്ങനെ പോയി ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? മോഡ് എഫ് ലെസ് ദാൻ ജി എന്ന് കിട്ടും. എഫ് എൻ എഫ് കാരണം എഫ് വൺ എഫ് ടു എഫ് ത്രീയുടെ ലിമിറ്റാണ് എഫ്. അപ്പോൾ മോഡ് എഫ് ലെസ് ദാൻ ജി. പിന്നെ ഇവിടെ എന്താണ്?
converges to almost everywhere ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? almost everywhere എന്നുള്ള വേർഡ് ചേർക്കണം. therefore we get mod f less than equal to g almost everywhere on E എന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് തന്നിട്ടുണ്ട് g is integrable, given g is integrable, that is integral over e g less than infinity ആണ്. mod fn less than equal to g ആണ്. രണ്ടു ഓർത്ത് നമുക്ക് ഇന്റഗ്രേഷൻ എടുക്കുമ്പോൾ ഇന്റഗ്രേഷൻ ഓഫ് മോണോട്ടോണിസിറ്റി ഓഫ് ഇന്റഗ്രേഷൻ പ്രകാരം ഇന്റഗ്രൽ ഓവർ ഈ mod fn less than equal to ഇന്റഗ്രൽ ഓവർ ഈ g എന്ന് പറയാൻ പറ്റും. ഇന്റഗ്രൽ ഓവർ ഈ ജിയുടെ വാല്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഇന്റഗ്രൽ ഓവർ ഈ mod fn less than equal to infinity. that is ഇന്റഗ്രൽ ഓവർ ഈ mod fn less than infinity, that is mod fn integrable. അല്ലേ? അപ്പോൾ mod fn integrable ആണ്. mod fn integrable ആണെങ്കിൽ ഇവിടെ മോഡുണ്ട്. mod fn integrable, mod fn integrable ആണെങ്കിൽ fn integrable. സിമിലർലി നമുക്ക് എന്ത് പറയാൻ പറ്റും? mod f ലെസ് എങ്കിൽ g ആണ്. അപ്പോൾ mod f integrable എന്ന് പറയാൻ പറ്റും. അപ്പം നമുക്കറിയാം mod fn integrable ആണെങ്കിൽ f integrable ആണ്. അപ്പോൾ mod f integrable ആണെങ്കിൽ f integrable എന്ന് പറയാൻ പറ്റും. therefore we get f and fn are integrable functions. f ഉം fn ഉം integrable functions ആണ്. ഇനി നമ്മൾ ഒരു തിയറം പഠിച്ചിട്ടുണ്ട്, തിയറം 15. തിയറം 15 പറഞ്ഞത് എന്താ വെച്ചാൽ, ഇഫ് പ്രൊപ്പോസിഷൻ 15 ആണ്. പ്രൊപ്പോസിഷൻ 15 പറയണത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റ് ആണ് പറഞ്ഞത്. ഒന്ന് പറഞ്ഞത് ഇഫ് എഫ് ഈസ് ഇൻ്റഗ്രബിൾ ഓർ ഇ എന്ന സെറ്റിനകത്ത് എഫ് ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ദെൻ എഫ് ഈസ് ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ. അപ്പോൾ എഫ് എന്നത് ഇൻ്റഗ്രബിൾ ഓവർ ഇ ആണെങ്കിൽ എഫിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും. ഓൾമോസ്റ്റ് എവരിവെയർ എന്നുള്ള കൺസെപ്റ്റ് കൂടിയുണ്ട്, ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ. ഇതാണ് പ്രൊപ്പോസിഷനിൽ ആദ്യം പറയുന്ന കാര്യം. എഫ് ഇൻ്റഗ്രബിൾ ആണെങ്കിൽ എഫ് എന്തായിരിക്കും? ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇൻ്റഗ്രൽ ഓവർ ഈ എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓവർ ഈ ഇ മൈനസ് ഇ നോട്ട് എഫ് എഴുതാൻ പറ്റും. ഈഫ് എപ്പോ ഇ നോട്ട് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇ ആൻഡ് മെഷർ ഓഫ് ഇ നോട്ട് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ മെഷർ ഓഫ് ഇ നോട്ട് 0 ആവുക, അതായത് ഇ നോട്ടിൻ്റെ മെഷർ 0 ആണെങ്കിൽ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് എഫിനോട് ഈക്വൽ എന്ന് പറയാൻ പറ്റും. അതായത് മെഷർ 0 ഉള്ള ഒരു സെറ്റ് ഒഴിവാക്കിയാലും ഇൻ്റഗ്രൽ വാല്യൂവിൽ എന്തുണ്ടാവില്ല? വ്യത്യാസം ഉണ്ടാവില്ല. നമുക്ക് വലിയ ഇ എന്നൊരു സെറ്റ് ഉണ്ട്, അതിനകത്ത് അല്ല വലിയൊരു ഇ എന്നുള്ളൊരു സെറ്റ് എടുത്തു. ഇതിനകത്ത് ഇ നോട്ട് എന്നുള്ള മെഷർ 0 ആയ ഒരു സെറ്റ് ഒമിറ്റ് ചെയ്താലും ബാക്കിയുള്ള സെറ്റിൻ്റെ ബാക്കിയുള്ള സെറ്റില്ലേ ഇത് ഒഴിവാക്കിയ ബാക്കിയുള്ള പോർഷൻ ഇവിടുത്തെ ഇൻ്റഗ്രലും ടോട്ടൽ ഇൻ്റഗ്രലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് എഫ് എന്ന് എഴുതാൻ പറ്റും. അതായത് നമുക്ക് ഇ നോട്ട് എന്ന മെഷർ 0 ആയ ഒരു സെറ്റ് ഒഴിവാക്കിയാലും ഇൻ്റഗ്രൽ വാല്യൂവിൽ എന്തുണ്ടാവില്ല? വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ് ഇവിടെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? എഫ് ഈസ് ഇൻ്റഗ്രബിൾ ഓവർ ഇ അല്ലേ? എഫ് ഈസ് ഇൻ്റഗ്രബിൾ ഓവർ ഇ എന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എഫ് എൻ ഈസ് ഇൻ്റഗ്രബിൾ ഓവർ ഇ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? എഫ് ഇൻ്റഗ്രബിൾ ആണെങ്കിൽ എഫ് ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ അല്ലേ? അപ്പോൾ ഇവിടെ എഫ് ഇൻ്റഗ്രബിൾ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്താ പറയാൻ പറ്റും? ദാറ്റ് ഈസ് എഫ് ഈസ് ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ പറയാം. സിമിലർലി നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? എഫ് എൻ ഇൻ്റഗ്രബിൾ. അപ്പോൾ ഈ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദർഫോർ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ആദ്യം കിട്ടിയത് എഫ് ഈസ് ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ. Similarly, Fn is finite almost everywhere on E എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത് രണ്ടും നമുക്ക് പറയാം. കാരണം എന്തുകൊണ്ടാ? എഫ് ഇൻ്റഗ്രബിൾ ആണ്, എഫ് എൻ ഇൻ്റഗ്രബിൾ ആണ്. ഇനി നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞത്? ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് പറഞ്ഞാലും ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് എഫ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. അതായത് എന്ത് ചെയ്യാം? ഈ ആൾമോസ്റ്റ് എവരിവെയർ എന്നുള്ള കൺസെപ്റ്റ് എന്താ പറഞ്ഞത്? ആൾമോസ്റ്റ് എവരിവെയർ എന്ന് പറഞ്ഞാൽ എഫ് ഈസ് ഫൈനൈറ്റ് ആൾമോസ്റ്റ് എവരിവെയർ എന്ന് പറഞ്ഞാൽ എഫ് ഫൈനൈറ്റ് അല്ലാത്ത സെറ്റിൻ്റെ മെഷർ എത്രയാണ്? 0 ആണ്. അതായത് ഒരു ചെറിയ സെറ്റിൽ മാത്രമാണ് എഫ് എന്താ ഇല്ലാതിരിക്കൂ?
ഫൈനൈറ്റ് അല്ലാതിരിക്കും. അങ്ങനെയുള്ള സെറ്റ് ഒഴിവാക്കിയാൽ നമുക്ക് ഇൻ്റഗ്രൽ വാല്യൂ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതായത് നമുക്ക് ഇവിടുന്ന് എന്ത് പറയാം, എഫ് ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ എന്നുള്ളിടത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓൾമോസ്റ്റ് എവരിവെയർ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. എങ്ങനെ കട്ട് ചെയ്യണത്, ഇക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കുക, ഇ മൈനസ് ഇ നോട്ട് കൊടുക്കുക. ഇക്ക് പകരം ഇ നോട്ട് എന്നുള്ള ആ ഫൈനൈറ്റ് അല്ലാത്ത സെറ്റ് ഒഴിവാക്കിയാലും നമ്മളെ ഇൻ്റഗ്രൽ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ, സെറ്റിൽ വ്യത്യാസമുണ്ട്, പക്ഷെ നമുക്കിവിടെ പ്രൂവ് ചെയ്യണത് എന്താ, എഫ് ഇൻ്റഗ്രബിൾ എന്നാണ് അല്ലേ, എഫ് ഇൻ്റഗ്രബിൾ എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ കൺസെപ്റ്റിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്കിവിടെ വ്യത്യാസം ഇല്ല എന്ന് പറയാം. ആ സെറ്റിൽ ഇക്ക് ഇ കൊടുത്താലും ഇ മൈനസ് ഇ നോട്ട് കൊടുത്താലും വാല്യൂവിൽ വ്യത്യാസമില്ല. ദെർഫോർ വി ക്യാൻ അസ്യൂം ദാറ്റ്, okay, we can assume that f and fn are finite on E. അപ്പോൾ ഫൈനൈറ്റ് എന്ന് പറയാം, ആൾമോസ്റ്റ് എവരിവെയർ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എഫും എഫ് എന്നും ഫൈനൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് എഫും എഫ് എന്നും ഇൻ്റഗ്രബിൾ ഓവർ ഇ ആണ്, ആൻഡ് എഫും എഫ് എന്നും ഫൈനൈറ്റ് ഓൺ ഇ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തന്ന രണ്ട് കൺസെപ്റ്റുകൾ എടുക്കുകയാണ്. നമുക്ക് തന്ന രണ്ട് കൺസെപ്റ്റാണ്. ഒന്ന് നമുക്ക് കിട്ടിയത് മോഡ് എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ജി എന്ന് കിട്ടിയിട്ടുണ്ട്, അതുപോലെ മോഡ് എഫ് ലെസ് ദാൻ ഈക്വൽ ടു ജി എന്ന് കിട്ടിയിട്ടുണ്ട്. രണ്ടും നമുക്ക് തന്ന കൺസെപ്റ്റ് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, രണ്ട് കൺസെപ്റ്റ് മോഡ് എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ജി എന്ന് പറഞ്ഞ അർത്ഥം അവിടെ എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ജി എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവാം അല്ലേ. ഫസ്റ്റ് കേസ് നമ്മൾ അതെടുക്കുന്നത്. രണ്ടാമത് അതേപോലെ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദാറ്റ് ഈസ് എഫ് ലെസ് ദാൻ ഈക്വൽ ടു ജി. ഈ രണ്ട് കാര്യം എടുക്കാൻ രണ്ട് സ്റ്റേജ് ഉണ്ടാവും. ആദ്യത്തെ കേസായിട്ട് ഇതെടുത്തു എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ജി ആണ്, അതേപോലെ എഫ് ലെസ് ദാൻ ഈക്വൽ ടു ജി ആണ്. ഈ രണ്ട് കേസ് കൊടുക്കുകയാണ്, എഫ് ലെസ് ദാൻ ഈക്വൽ ടു ജി ആൻഡ് എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ജി. ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ വലുതാരാ, ജി ആണ്. അപ്പോൾ ജി മൈനസ് എഫ് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആവണ്ടേ. അതേപോലെ ജി മൈനസ് എഫ് എൻ എപ്പോഴും പോസിറ്റീവ് ആവണ്ടേ, കാരണം ഏതാ വലുത്, ജി ആണ് വലുത്. അപ്പോൾ വലുത് നിന്ന് ചെറുത് കുറച്ചാൽ നമുക്ക് പോസിറ്റീവ് ആവും. അപ്പോൾ ജി മൈനസ് എഫ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്, ജി മൈനസ് എഫ് എന്നും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് പറയാൻ പറ്റും, therefore ജി മൈനസ് എഫ് ആൻഡ് ജി മൈനസ് എഫ് എൻ ആർ നോൺ നെഗറ്റീവ് measurable functions. അപ്പോൾ ജി മെഷറബിൾ ആണ്, എഫ് മെഷറബിൾ ആണ്, ജി മെഷറബിൾ ആണ്, എഫ് എൻ മെഷറബിൾ ആണ്. അപ്പോൾ ജി മൈനസ് എഫ് എന്നും ജി മൈനസ് എഫും രണ്ടും നോൺ നെഗറ്റീവും ആണ്, മെഷറബിൾ ആണ്. അപ്പോൾ ജി മൈനസ് എഫ് എൻ ജി മൈനസ് എഫ് ഒക്കെ നോൺ നെഗറ്റീവ് ഫങ്ഷൻസ് ആണ്. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും, therefore the sequence G minus Fn is a sequence of non-negative measurable functions. അപ്പോൾ G minus Fn എന്നുള്ളത് ഒരു നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ. കാരണം ജി മൈനസ് എഫ് വൺ, ജി മൈനസ് എഫ് ടു, ജി മൈനസ് എഫ് ത്രീ അല്ലേ, ഇത് ഒരു നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ സീക്വൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ലിമിറ്റ് ഒന്ന് കാണാണ് അല്ലേ. നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ കണ്ടു. അപ്പോൾ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ജി മൈനസ് എഫ് എൻ എടുത്തു. ജി മൈനസ് എഫ് എൻ ലിമിറ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ജി മൈനസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ എന്ന് പറയാം അല്ലേ. സം റൂള് ഡിഫറൻസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. ജി ഒരു ഫംഗ്ഷനാണ്, അപ്പോൾ അതിൻ്റെ ലിമിറ്റ് അതന്നെ വരും, ജി മൈനസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ കിട്ടും. അപ്പോൾ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ എന്ന് പറഞ്ഞാൽ ആരാ, എഫ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ജി മൈനസ് എഫ്. therefore we get ജി മൈനസ് എഫ് എൻ കൺവേർജസ് ടു ജി മൈനസ് എഫ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ കിട്ടി, ജി മൈനസ് എഫ് എൻ എന്നുള്ള ഒരു നോൺ നെഗറ്റീവ് സീക്വൻസ് കിട്ടി, അത് കൺവേർജസ് ടു ജി മൈനസ് എഫ് ആണ്. അപ്പോൾ ജി മൈനസ് എഫ് എന്നുള്ളത് ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസിൻ്റെ സീക്വൻസ് ആണ്, അതിൻ്റെ ലിമിറ്റ് ജി മൈനസ് എഫ് ആണ് എഴുതി. അങ്ങനെയാണ് നമ്മളിവിടെ എന്താ അപ്ലൈ ചെയ്യാം, ദെൻ ബൈ ഫാറ്റോസ് ലെമ നമ്മൾ ഫാറ്റോസ് ലെമ
അപ്ലൈ ചെയ്യണം. ഫാക്ടേഴ്സ് ലെമ്മ നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ എടുത്താണ്, ഇല്ലെങ്കിൽ അതൊന്നും കാണുക, വീഡിയോ ഇതിലുണ്ടാവും. അപ്പോൾ ഫാക്ടേഴ്സ് ലെമ്മ നമ്മൾ അപ്ലൈ ചെയ്യണം. ഫാക്ടേഴ്സ് ലെമ്മ അപ്ലൈ ചെയ്യണമെങ്കിൽ സീക്വൻസ് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ സീക്വൻസ് ആവണം, അതിൻ്റെ ലിമിറ്റ് നമുക്ക് തന്നിട്ടുണ്ടാക്കണം. അപ്പോൾ ജി മൈനസ് എഫ് എന്നുള്ള നോൺ നെഗറ്റീവ് സീക്വൻസും കിട്ടി, അതിൻ്റെ ലിമിറ്റും കിട്ടി. അങ്ങനെ വെച്ചാൽ ഫാക്ടേഴ്സ് ലെമ്മ. എന്താ ഫാക്ടേഴ്സ് ലെമ്മ പറയണത്? ഫാക്ടേഴ്സ് ലെമ്മ പറയണത് ഈ സീക്വൻസ് എഫ് എന്നുള്ള സീക്വൻസ് എടുത്ത് അത് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ആണ്, അത് കൺവേർജസ് ടു എഫ് ആണെങ്കിൽ പറഞ്ഞതാണ് ഇന്റഗ്രൽ ഓവർ ഈ എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇന്റഗ്രൽ ഓവർ ഈ എഫ് എൻ. ഇതാണ് നമ്മൾ ഫാക്ടേഴ്സ് ലെമ്മ പറയണത്. ഇവിടെ എഫിന് പകരം എഫ് എന്നിന് പകരം ആരാള്? ഈ എഫ് എന്നിന് പകരം നമുക്കിവിടെ തന്നുള്ളത് ജി മൈനസ് എഫ് എൻ ആണ്. ഈ എഫിന് പകരം ജി മൈനസ് എഫ് ആണ്. ഈ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇന്റഗ്രൽ ഓവർ ഇ ജി മൈനസ് എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇന്റഗ്രൽ ഓവർ ഇ ജി മൈനസ് എഫ് എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് നമുക്ക് ആദ്യം കിട്ടിയത്. നമ്മളിതൊന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രേഷൻ നമ്മൾ എന്ത് ചെയ്യാം? ലീനിയാരിറ്റി ആൻഡ് മോണോട്ടോണിസിറ്റി അപ്ലൈ ആണ്. അപ്പോൾ ലീനിയാരിറ്റി കൊടുക്കുമ്പോൾ എന്നിട്ട് നമുക്ക് കിട്ടിയൊന്ന് എഴുതാം. ഇന്റഗ്രൽ ഓവർ ഇ ജി മൈനസ് എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇന്റഗ്രൽ ഓവർ ഇ ജി മൈനസ് എഫ് എന്ന് കിട്ടി. അപ്പോൾ ലീനിയാരിറ്റി എന്ന് അപ്ലൈ ചെയ്യാം. അപ്പം ഇന്റഗ്രൽ എഫ് പ്ലസ് ജീനെ ഇന്റഗ്രൽ എഫ് പ്ലസ് ഇന്റഗ്രൽ ജി എന്ന് എഴുതണ മാതിരി ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇന്റഗ്രൽ ഓവർ ഇ ജി മൈനസ് ഇന്റഗ്രൽ ഓവർ ഇ എഫ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം. അതുപോലെ തന്നെ എഴുതി. ഇനി അതിൻ്റെ ഉള്ളിൽ ഇന്റഗ്രൽ ഓവർ ഇ ജി മൈനസ് ഇന്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് എഴുതാൻ പറ്റും. സ്പ്ലിറ്റ് ചെയ്തു. ഇനി ലെഫ്റ്റ് സൈഡ് അതുപോലെ തന്നെ നിർത്തി, വിഷയമില്ല. ഇനി റൈറ്റ് സൈഡിൽ മാറ്റുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഈ ലിമിറ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ? ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് മൈനസ് എന്ന് കൊടുക്കുകയാണേ. ഇതിനെ പ്ലസ് മൈനസ് അല്ലേ? ക്ലിയർ ആണല്ലോ? ജി പ്ലസ് ജി മൈനസ് എഫ് നമുക്ക് ജി പ്ലസ് എഫ് എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലിമിറ്റ് ഇൻഫിമം ഇന്റഗ്രൽ ഓവർ ഇ ജി പ്ലസ് ലിമിറ്റ് ഇൻഫിമം മൈനസ് ഇന്റഗ്രൽ ഓവർ ഇ എഫ് എൻ. സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ മൈനസ് നമ്മൾ പ്ലസ് മൈനസ് എഴുതി, പ്ലസ്സിൽ സ്പ്ലിറ്റ് ചെയ്തു, മൈനസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിലൊന്ന് മാറ്റാണ്. അപ്പോൾ നോക്കൂ, ഇന്റഗ്രൽ ഓവർ ഇ ജി, ഇന്റഗ്രൽ ജി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതൊരു ഇന്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ. ഈ ജി ഇന്റഗ്രബിൾ ആണ്, ഇതൊരു ഫൈനൈറ്റ് നമ്പർ ആണ്. അപ്പോൾ ലിമിറ്റ് ഇൻഫിമവും അല്ലേ, ലിമിറ്റ് ഓഫ് എ നമ്പർ, ലിമിറ്റ് ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് വരിക. അപ്പോൾ ലിമിറ്റ് ഇവിടെ കൊടുക്കുമ്പോഴും ഇവിടെ എന്ത് തന്നെ വരും? ഇന്റഗ്രൽ ഓവർ ഈ ജി എന്ന് തന്നെ വരും. അതിൽ വ്യത്യാസമൊന്നുമില്ല, കാരണം ജി ഒരു ഫിക്സഡ് ആയ ഫംഗ്ഷനാണ്. ഇവിടെ വേരി ചെയ്യുന്ന ആളാരാ? എഫ് എൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മൈനസിനെ പുറത്തേക്ക് എടുക്കണ്ടേ? ഈ മൈനസിനെ നമ്മൾ പുറത്തേക്ക് എടുക്കാൻ പോവാണ്. അപ്പോൾ ഈ മൈനസിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ ഇൻഫിമം മാറിയിട്ട് എന്താവും? സുപ്രീമം എന്നാവും. കാരണം ഇൻഫിമത്തിൻ്റെ ഉള്ളിൽ നിന്ന് മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ സുപ്രീം ആവും. ഓക്കെ, അതായത് നമ്മൾ കൺസെപ്റ്റ് ഉണ്ട്, ഇൻഫിമം ഓഫ് മൈനസ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് സുപ്രീമം ഓഫ് എഫ്, അല്ലെങ്കിൽ സുപ്രീമം ഓഫ് മൈനസ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിമം ഓഫ് എഫ്. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. നെഗറ്റീവ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇൻഫിമം സുപ്രീം ആവും, സുപ്രീമം ഇൻഫിമം ആവും. അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? മൈനസ് പുറത്തേക്ക് വന്നു, ലിമിറ്റ് സുപ്രീമം ഇൻഫിമം മാറ്റിയിട്ട് എന്തായി? സുപ്രീമം ഇന്റഗ്രൽ ഓവർ ഈ എഫ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് തലയൊന്ന് കണക്ട് ചെയ്യാണ്, ഫസ്റ്റും ലാസ്റ്റും കൂടി കണക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ഇന്റഗ്രൽ ഓവർ ഇ ജി മൈനസ് ഇന്റഗ്രൽ ഓവർ ഇ എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ഇ ജി മൈനസ് ലിമിറ്റ് സുപ്രീമം ഇന്റഗ്രൽ ഓവർ ഇ എഫ് എൻ. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്റഗ്രൽ ജി ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ്. ഫൈനൈറ്റ് വാല്യൂ ആണ്, നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് പുറത്ത് നമുക്ക് ക്യാൻസൽ ചെയ്ത്, രണ്ടും ക്യാൻസൽ ചെയ്തു. നമുക്ക് കിട്ടാം മൈനസ് ഇന്റഗ്രൽ ഓവർ ഇ എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ലിമിറ്റ് സുപ്രീമം ഇന്റഗ്രൽ ഓവർ ഇ എഫ് എൻ. മൈനസ് പോകാൻ വേണ്ടി എന്ത് ചെയ്യുക? നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതെന്തായി മാറും? വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ഇ എഫ് എന്നാവും. ഇൻഇക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം
integral over e fn എന്ന് കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 1 കിട്ടി. ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ. ഇനി നമ്മൾ നേരത്തെ ഒരു കൺസെപ്റ്റ് എടുത്തിരുന്നു. ഇത് അവിടെ നമുക്കറിയാം എഫ് എൻ ഈസ് മോഡ് എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി. ഒന്ന് മാത്രം പറയാം നമുക്ക്, മോഡ് എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ജി. ഇതിനെ നമുക്ക് രണ്ടാക്കി എഴുതാമെന്ന് പറയുന്നു. അപ്പോൾ ഒന്ന് നമ്മൾ എടുത്തുള്ളൂ. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? മോഡ് എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എന്ന് എഴുതി കൂടെ? അപ്പോൾ ഇതിന്നാണ് നമ്മൾ നേരത്തെ എന്തെടുത്തിയത്? എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എന്നുള്ള കൺസെപ്റ്റ് എടുത്തു. ഇത്രയും എടുത്തപ്പോഴാണ് എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ജി കിട്ടിയത്. ഇനി ഇവിടെ ബാക്കി എന്തുകൂടി ബാക്കിയുണ്ട്? ഈ ഒരു കൺസെപ്റ്റ് ഇതിപ്പോൾ നമ്മൾ എടുത്തു. ഇനി രണ്ടാമത് ഇവിടെ എന്ത് ചെയ്ത് നമുക്ക്? ദാറ്റ് ഈസ് മൈനസ് ജി ലെസ് ദാൻ എഫ് എന്ന് എഴുതി കൂടെ? മൈനസ് ജി ലെസ് ദാൻ ഈക്വൽ ടു എഫ് എൻ. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? അല്ലേ, ഇവിടുന്ന് എന്ത് ചെയ്യാം? ഈ മൈനസ് ജീനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? മൈനസ് ജീനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 0 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എൻ പ്ലസ് ജി. അല്ലേ, അതായത് ജി പ്ലസ് എഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള കൺസെപ്റ്റ് വരും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് രണ്ടാമത്തെ കഷ്ണം എടുക്കുമ്പോൾ, അല്ലേ, ആദ്യത്തെ കഷ്ണം എടുത്തു, ഈ രണ്ടാമത്തെ കഷ്ണത്തിന് നമുക്ക് എന്താ പറയാൻ പറ്റും? ദാറ്റ് ഈസ് ജി പ്ലസ് എഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇതേപോലെ തന്നെ അടുത്ത കൺസെപ്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് മോഡ് എഫ് ലെസ് ദാൻ ഈക്വൽ ടു ജി. ഇവിടുന്ന് നമുക്ക് എന്താ പറയാൻ പറ്റും? ദാറ്റ് ഈസ് മൈനസ് ജി ലെസ് ദാൻ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഈക്വൽ ടു ജി. അവിടുന്ന് ഒന്ന് നമുക്ക് കിട്ടിയത് എഫ് ലെസ് ദാൻ ഈക്വൽ ടു ജി എന്ന് കിട്ടി. അവിടുന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ജി മൈനസ് എഫ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഇത് ആദ്യത്തെ കേസ് ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത്. ഇവിടുന്ന് എന്താ പറയാം? മൈനസ് ജി ലെസ് ദാൻ ഈക്വൽ ടു എഫ് രണ്ടാമത്തെ കേസ് എടുക്കാം. അതായത് മൈനസ് ജിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 0 ലെസ് ദാൻ ഈക്വൽ ടു എഫ് പ്ലസ് ജി. ദാറ്റ് ഈസ് ജി പ്ലസ് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാണ് കേസ് 2. അപ്പോൾ നമ്മൾ കേസ് 2 കൊടുക്കണം. കേസ് 2 നമുക്ക് രണ്ട് കൺസെപ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. കേസ് 2 എടുത്തു. കേസ് 2 നമുക്ക് തന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ജി പ്ലസ് എഫ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, ജി പ്ലസ് എഫ് എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഇതെടുത്തു, ജി പ്ലസ് എഫ് എൻ. അതൊരു നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ സീക്വൻസ് ആണ്. അതിനെ ലിമിറ്റ് എടുക്കുമ്പോൾ നമുക്ക് നേരത്തെ എടുത്ത പോലെ തന്നെ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ജി പ്ലസ് എഫ് എൻ എടുത്താൽ നമുക്ക് കിട്ടിയ ജി പ്ലസ് എഫ് എന്നാണ്. നേരത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അതേപോലെ എടുക്കുമ്പോൾ അതായത് നമുക്ക് എന്താ പറയാൻ പറ്റും? ജി പ്ലസ് എഫ് എൻ കൺവേർജസ് ടു ജി പ്ലസ് എഫ്. ജി പ്ലസ് എഫ് എൻ കൺവേർജസ് ടു ജി പ്ലസ് എഫ് എന്ന് കിട്ടി. ഇപ്പം നേരത്തെ ചെയ്ത അതേമാതിരി ഇവിടെ എന്ത് കൊടുക്കാം? ഫാക്ടേഴ്സിൽ നമ്മൾ കൊടുക്കുക. അത് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ സീക്വൻസ് ആണ്. അതിൻ്റെ ലിമിറ്റ് ജി പ്ലസ് എഫ് ആണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഫാക്ടേഴ്സിൽ നമ്മൾ കൊടുക്കുക. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ ഇ ജി പ്ലസ് എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഇ ജി പ്ലസ് എഫ് എന്ന് കിട്ടി. ഇവിടെ നമ്മൾ നേരത്തെ പോലെ അതേപോലെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഇ ജി പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇൻ്റഗ്രൽ ഓവർ ഇ ജി പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഇ ജി പ്ലസ് ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് കിട്ടി. ഇവിടെ സ്പ്ലിറ്റ് മൈനസ് ഒന്നുമില്ല. ആദ്യത്തെ വാല്യൂ എന്താണ്? ഇൻ്റഗ്രൽ ഓവർ ഇ ജി ആണ്. ഇൻ്റഗ്രൽ ഓവർ ഇ ജി പ്ലസ് ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് കിട്ടി. ഇപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ജി രണ്ട് പുറത്തും കട്ട് ചെയ്തു. സോ വി ഗെറ്റ് നമുക്ക് എന്താ കിട്ടുക? ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂ കിട്ടി. ഇൻ്റഗ്രൽ ഓവർ എഫ് ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ എഫ് എന്നും കിട്ടി. ഇക്വേഷൻ 1 എന്ത് കിട്ടിയിട്ടുണ്ട്? ഇൻ്റഗ്രൽ ഓവർ എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ. ഇതാണ് നമ്മൾ ഇക്വേഷൻ 1. ഇത് രണ്ടും കൂടി ഒന്ന് ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? കമ്പൈനിങ് ദീസ് ടു, ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ കമ്പൈൻ ചെയ്യാണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഏറ്റവും ചെറുത് ലിമിറ്റ് സുപ്രീമം ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ. ഇതാണ് ഏറ്റവും ചെറുത്.
ലെസ് ദാൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ. അപ്പോൾ ലിമിറ്റ് സുപ്രീമം ഈസ് ലെസ് ദാൻ എഫ് എൻ ലെസ് ദാൻ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. ഫോർ എനി സെറ്റ്, ഏതൊരു സീക്വൻസ് എടുത്താലും വി ഹാവ് ഫോർ എനി സീക്വൻസ് ലിമിറ്റ് ഇൻഫിമം എഫ് എൻ ഇസ് ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം എഫ് എൻ. ഇത് നമ്മളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇത് ഇക്വേഷൻ 3. ഇത് നമുക്ക് ഏത് സെറ്റ് എഫ് എൻ എടുത്താലും ലിമിറ്റ് ഇൻഫിമ ആവും ലിമിറ്റ് സുപ്രീമത്തിനേക്കാൾ ചെറുത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ഈ ഇക്വേഷൻ ഒരു എ എന്ന് പേരുക, ഇക്വേഷൻ എയും ഇക്വേഷൻ 3യും കൂടി നമ്മൾ എന്ത് ചെയ്യാം? കമ്പൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? വി ഹാവ് ലിമിറ്റ് ഇൻഫിമം എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ അവസാനത്തെ ടേംസ് സെയിം ആണ്. അപ്പോൾ ഈ ഇൻഇക്വാലിറ്റി ഒക്കെ എന്താവും? ഇക്വാലിറ്റി ആവും. ദാറ്റ് ഈസ് വി ഗെറ്റ് ലിമിറ്റ് ഇൻഫിമം എഫ് എൻ is equal to limit supremum fn is equal to integral over f. പിന്നെ അവിടെ നിന്നുള്ളത് സെയിം തന്നെയാണ്, അപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ലിമിറ്റ് സുപ്രീമും ലിമിറ്റ് ഇൻഫിമും ഈക്വൽ ആവുകയാണെങ്കിൽ അത് നമ്മൾ പറയുന്ന പേരാണ് ലിമിറ്റ് അല്ലേ. അപ്പോൾ ഈ ലിമിറ്റ് ഇൻഫിമും ലിമിറ്റ് സുപ്രീമും ഈക്വൽ ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ലിമിറ്റ് ഓഫ് ദ സീക്വൻസ്. ദാറ്റ് ഈസ് ലിമിറ്റ് എഫ് എൻ is equal to ഇവിടെ ഒരു ഇൻ്റഗ്രൽ കുറവുണ്ടേ, നമുക്കിവിടെ ഒരു ഇൻ്റഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് സീക്വൻസിലും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ കൊടുത്താൽ എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ വാല്യൂ ഉണ്ട്. ദാറ്റ് ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ എസ് ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ ഈസ് ലെസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ ലെസ് ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ കിട്ടി. ദാറ്റ്ഫോർ വി ഹാവ് limit infimum integral over fn is equal to limit infimum integral over fn is equal to limit supremum integral over fn is equal to integral over fn എന്ന് കിട്ടി. Therefore that is equal to limit integral over fn is equal to integral over f. ഇതാണ് നമ്മളെ Labesgue Dominated Convergence Theorem പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. ആദ്യം mod fn less than equal to g ഓൺ ഇ എന്ന് മോഡ് എഫ് ലെസ് ഈക്വൽ ടു ജി ഓൺ ഇ എന്ന് തന്നിട്ടുണ്ട്. ജി ഇൻ്റഗ്രബിൾ ആണ്. അപ്പോൾ അങ്ങനെ വെച്ചാൽ കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം എഫും എഫ് എന്നും ഇൻ്റഗ്രബിൾ ആണെന്ന് പറയാം. കാരണം നമ്മൾ പറഞ്ഞു എഫ് എൻ ലെസ് ഈക്വൽ ടു ജി അല്ലേ. അങ്ങനെയാണെങ്കിൽ എഫ് ലെസ് ഈക്വൽ ടു ജി പറഞ്ഞത് എഫ് വൺ ലെസ് ആൻ ജി, എഫ് ടു ലെസ് ആൻ ജി, എഫ് ത്രീ ലെസ് ആൻ ജി, അപ്പോൾ എഫ് ലെസ് ആൻ ജി ആണ്. ഇനി ജി ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ജീനേക്കാൾ ചെറിയ മോഡ് എഫ് എൻ, മോഡ് എഫ് ഇൻ്റഗ്രബിൾ. അതേപോലെ മോഡ് എഫ് എൻ ഇൻ്റഗ്രബിൾ. മോഡ് എഫ് ഇൻ്റഗ്രബിൾ എന്ന് വെച്ചാൽ എഫ് ഇൻ്റഗ്രബിൾ. മോഡ് എഫ് എൻ ഇൻ്റഗ്രബിൾ എന്ന് വെച്ചാൽ എഫ് എൻ ഇൻ്റഗ്രബിൾ എന്ന് കിട്ടി. ഇനി നമ്മൾ ആ പ്രപ്പോസൽ 15 പ്രകാരം ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ഫൈനൈറ്റ് ആണെന്ന് പറയാം. അതേപോലെ ആൾമോസ്റ്റ് എവരി വേർഡ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? വി ക്യാൻ അസ്യൂം ദാറ്റ് എഫ് എൻ ആർ ഫൈനൈറ്റ് ഓൺ ഇ എന്ന് പറയാം. ഇനി നമ്മൾ ജി മൈനസ് എഫും ജി മൈനസ് എഫ് എൻ എന്നുള്ള സീക്വൻസ് എടുത്തു. രണ്ടും നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസ് ആണ്. ജി മൈനസ് എഫിൻ്റെ ലിമിറ്റ് ജി മൈനസ് എഫ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഫാക്ടേഴ്സിലും അപ്ലൈ ചെയ്തപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ജി മൈനസ് എഫ് ലെസ് എങ്കിൽ ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ജി മൈനസ് എഫ് എന്ന് പറയാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ലീനിയാരിറ്റി ആൻഡ് മോണോട്ടോണിസിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും ഇൻ്റഗ്രൽ ഓവർ ജി മൈനസ് ഇൻ്റഗ്രൽ ഓവർ എഫ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ജി മൈനസ് എഫ് ലെസ് ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ജി മൈനസ് എഫ് എന്ന് പറയാം. ജസ്റ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ജി മൈനസ് ലിമിറ്റ് സുപ്രീമം ഇൻ്റഗ്രൽ ഓവർ എഫ് എന്ന് പറയാം. കാരണം മൈനസിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇൻഫിമം മാറിയിട്ടുണ്ടാവും, സുപ്രീമാവും. രണ്ട് പുറത്ത് എന്ത് ചെയ്തു? ഇൻ്റഗ്രൽ ഓവർ ജി എന്ന് ക്യാൻസൽ ചെയ്തു. സോ വി ഗെറ്റ് ലിമിറ്റ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുക ലിമിറ്റ് സുപ്രീമം ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ ഇസ് ലെസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എഫ് എന്ന് കിട്ടി. ഇതേപോലെ ജി പ്ലസ് എഫ് എൻ എന്നുള്ള സീക്വൻസ് എടുക്കുക. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് ജി പ്ലസ് എഫ് ആവും. അവിടെയും ഫാക്ടേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുക. അതേപോലെ ലീനിയാരിറ്റി കൊടുക്കുക. ഇൻ്റഗ്രൽ ജിയും ഇൻ്റഗ്രൽ ജി ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക രണ്ടു പേർത്തും പ്ലസ് ആവും. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എഫ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ എഫ് എന്ന് കിട്ടി. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എഫ് ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ എഫ് എന്ന് പറയാൻ പറ്റും അല്ലേ. ഇത് രണ്ടും ഇക്വേഷൻ 1 ഇക്വേഷൻ 2. ഇനി നമുക്ക് ഒരു ഇനീക്വാളിറ്റിയും കൂടിയുണ്ട്. ദാറ്റ് ഈസ് ഏതാണ് ഇനീക്വാളിറ്റി? ദാറ്റ് ഈസ് നമുക്ക് അറിയണ കാര്യമാണ് ലിമിറ്റ് ഇൻ്റഗ്രൽ അല്ലെ ലിമിറ്റ് ഇൻഫിമം
integral over E Fn is less than or equal to limit supremum integral over E Fn. Equation 3. ഈ മൂന്ന് ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ 1, 2 ആൻഡ് 3 ഈ മൂന്ന് ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? ലിമിറ്റ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് കിട്ടും. ഇതാണ് നമ്മളെ തിയറം. താങ്ക് യു.